മാളികപ്പുറം മേൽശാന്തി ഒരു വർഷം അവിടുത്തെ പൂജ കഴിഞ്ഞ് പടിയിറങ്ങിയ മാളികപ്പുറം മേൽശാന്തിയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഒരു വർഷം മാളികപ്പുറത്തമ്മയുടെ സേവകനായ ശേഷം സംതൃപ്തിയോടെയാണ് മലയിറങ്ങുന്നതെന്ന് മാളികപ്പുറം മുൻ മേൽശാന്തി PG മുരളി. ഒരുപാട് മറക്കാനാവാത്ത അനുഭവങ്ങളുണ്ട്. ഈ സൗഭാഗ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇനി തിരിച്ച് ഗുരുവായൂരപ്പന് മുന്നിലേക്കാണ് യാത്രയെന്നും മാളികപ്പുറം മുൻ മേൽശാന്തി ജനൻ TVയോട് പറഞ്ഞു. കാലം ശബരിമലയിൽ മാളികപ്പുറത്തമ്മയുടെ സേവകനായിരുന്ന PG മുരളി അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. മാളികപ്പുറം മേൽശാന്തി ഒരു വർഷക്കാലം അമ്മയുടെ സേവകനായിരുന്നു. എന്തായിരുന്നു ആ ഒരു അനുഭവം? സ്വാമിയെ ശരണമയ്യപ്പ, മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. തികച്ചും ഗുരുകാരണവന്മാരുടെയും പരദേവതയും ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെയും മാളികപ്പുറത്തമ്മയുടെയൊക്കെ അനുഗ്രഹത്താൽ ഈ ഒരു കൊല്ലം വളരെ സന്തോഷപൂർവ്വം പൂർത്തിയാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ അന്തരീക്ഷവും ഈ കാലാവസ്ഥയും ഇതിനൊക്കെയായിട്ട് യോജിച്ച് പോകാൻ സാധിക്കുക അത് വളരെ വലിയൊരു ഭാഗ്യമാണ്. എല്ലാ ദിവസവും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടും ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ടും ദിവസവും മന്ത്രജപങ്ങളാൽ ഈ ഒരു വർഷം വേണ്ട പോലെ പൂർത്തിയാക്കാൻ സാധിച്ചു. അതിൽ വളരെ ഭഗവാനോടും ഭഗവതിയോടും പ്രത്യേകം കൃതാർത്ഥയും എല്ലാ സ്നേഹവും ഉണ്ട്. ഗുരുവായൂർ സ്വദേശിയാണ്. അന്ന് ഈ ഒരു ഭാഗ്യം ലഭിച്ചപ്പോൾ ആദ്യം മനസ്സിൽ തോന്നിയത് എന്താണ്? ആ ഒരു തികച്ചും നിർവൃതിയോടുകൂടി തന്നെയാണ് ഇവിടെ നിന്ന് അടുത്തൊരു മടക്കം. ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം. ഞങ്ങൾ ഗുരുവായൂർ സ്വദേശികൾ അധികവും ഈ ഭാഗങ്ങളിൽ വളരെ കുറവാണ് വന്നിട്ടുള്ളത്. കൂടുതൽ ഗുരുവായൂരും ആ പരിസരമായിട്ടാണ് ഞങ്ങളുടെ ജീവിതമൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടെ അപേക്ഷിക്കുകയും ഇവിടെ കിട്ടുകയും സിദ്ധിച്ചപ്പോൾ ഞങ്ങളുടെ നാടിൻ്റെയും കൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നാടിൻ്റെയും ഞങ്ങളുടെ ഈ ഗ്രാമത്തിൻ്റെയും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു അതിനെല്ലാം. സ്വാമി, കുഞ്ഞു മാളികപ്പുറങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ക്ഷേത്ര ദർശനത്തിനായി എത്തുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ തോന്നുന്നത് തികച്ചും ഭക്തി നിർഭരമായ കൊച്ചുകുട്ടികൾ, വളരെ കൊച്ചുകുട്ടികൾ ഇവിടെ വരുന്നു, ദർശനം നടത്തുന്നു. കഴിഞ്ഞ കൊല്ലം ഏകദേശം ഈ മാളികപ്പുറം സിനിമ ഇറങ്ങിയതിന് ശേഷം കഴിഞ്ഞ കൊല്ലം ഒരുപാട് കുട്ടികൾ ഇവിടെ വരികയും ദർശനം നടത്തുകയും അവർ ഭഗവാനെയും ഭഗവതിയും പ്രാർത്ഥിച്ച് വളരെ തൃപ്തിയോടെ മടങ്ങുകയും ചെയ്തു. വളരെ സംതൃപ്തി തോന്നി മനസ്സിൽ. എന്താ വെച്ചാൽ കുട്ടികൾക്കും പുതിയ ജനറേഷനും ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കട്ടെ, അവർ കൂടുതൽ അവയർനെസ്സായി കൂടുതൽ വലിയ വിവരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. അതല്ല വേണ്ട. അതിനു വേണ്ടിയിട്ട് അടുത്തൊരു ജനറേഷൻ ഇതുപോലെ വളർന്നു വരികയാണ് വേണ്ടത്. അതിനുവേണ്ടി ഭഗവാനും ഭഗവതിയുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ ഈശ്വരൻ. ഈ ഒരു വർഷക്കാലത്തിനിടെ മനസ്സിൽ തട്ടിയ ഒരു അനുഭവം, അതായത് ഈ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു അനുഭവം എന്തെങ്കിലും പങ്കുവയ്ക്കാൻ? ഒരുപാട് അങ്ങനെ പറയാച്ച കുറേ അനുഭവങ്ങളുണ്ട്. ഒന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. കൂടുതലൊന്ന് പറയാച്ച ഇവിടെ ഡ്യൂട്ടിക്ക് നിന്നിരുന്ന ഒരു സ്റ്റാഫ്, അദ്ദേഹത്തിന് ശബ്ദം ഒട്ടും വന്നിരുന്നില്ല. കഴിഞ്ഞ മണ്ഡലകാലത്തിന് ശേഷം അദ്ദേഹം ഡ്യൂട്ടിക്ക് ശേഷം അദ്ദേഹത്തിന് പെട്ടെന്നൊരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ ശബ്ദം തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തൊന്ന് നമസ്കരിക്കുകയും ഭഗവാനും ഭഗവതിക്ക് അനുഗ്രഹമാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അത് വളരെ സന്തോഷം തോന്നി. അതുകൂടാണ്ട് തന്നെ ഒരുപാട് അനുഭവങ്ങൾ, അത് പ്രത്യേകിച്ച് ഒന്നെന്ന് എടുത്തു പറയാൻ പറ്റില്ല. വളരെ അനുഭവങ്ങൾ ഇവിടെ എനിക്ക് കിട്ടി. അതൊരു വലിയൊരു ഭാഗ്യമാണ്. പുതിയൊരു വൃശ്ചിക പുലരിയാണ്. കുറേയധികം അയ്യപ്പന്മാർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഒപ്പം പുതിയ മേൽശാന്തി ചുമതലയേൽക്കുന്നു. അപ്പോൾ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളോട് പങ്കുവയ്ക്കാൻ, അതായത് മാളികപ്പുറത്തമ്മയുടെ നടയിലേക്ക് വരുന്ന ഭക്തജനങ്ങളോട് പങ്കുവയ്ക്കാനായി എന്തെങ്കിലും? എല്ലാവരും ഭക്തി നിർഭരമായി 41 ദിവസത്തെ ദീക്ഷയും വ്രതവും എടുത്ത് ഇവിടേക്ക് വരിക. വളരെ നല്ല ദർശനം നടത്തി എല്ലാവരും സംതൃപ്തരായി മടങ്ങുക. എല്ലാവരുടെ ജീവിതത്തിലും നല്ല അഭിവൃദ്ധിയും നല്ല അനുഭവങ്ങളും ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇവിടെ വന്ന് ദർശനം നടത്തി വളരെ നല്ല രീതിയിൽ എല്ലാം വേണ്ട പോലെ ആവാൻ ഭഗവാന്റെ അനുഗ്രഹം ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് എല്ലാം വേണ്ട പോലെ ആക്കി തരട്ടെ. സ്വാമി ശരണം. ഓരോ വർഷവും ശബരിമലയിലെ തിരക്ക് കൂടുകയാണ്. അപ്പോൾ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്, ഒപ്പം മാളികപ്പുറത്തേക്കും. അപ്പോൾ ഈ ശബരിമലയുടെ കീർത്തി അത് ലോകമൊട്ടാകെ തന്നെ വ്യാപിച്ചു എന്നുള്ളത് തന്നെയല്ലേ? ആ ഒരു അനുഭവം അങ്ങേക്ക് ഇവിടെ എത്തിയപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു? തീർച്ചയായും ശബരിമലയുടെ കീർത്തി ഒരുപാട് ലോകം മുഴുവൻ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങി എങ്ങനെ നമ്മൾ ജീവിക്കണം, അങ്ങനെ ഒരു പാഠമാണ് ശബരിമലയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. അത് ഈ ലോകത്തെ എല്ലാ ദിക്കിലും, പ്രത്യേകിച്ച് ഞാൻ ശാന്തി ചെയ്യുന്ന ക്ഷേത്രമായ ഹൈദരാബാദിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ നിന്ന് ഇവിടേക്ക് വരുന്നത്. അവിടുത്തെ ആ ഒരു അനുഭവം
വളരെ വളരെ വലിയൊരു അനുഭവമാണ്. അവരെല്ലാം വളരെ പൂർവ്വം ഇവിടെ വരുന്നു, മാലയിടുന്നു, കൃത്യമായി വ്രതങ്ങൾ അനുഷ്ഠിച്ച് വളരെ കൃത്യമായി ഇങ്ങോട്ട് വരുന്നു. അവരെല്ലാം വളരെ ഭക്തി പുരസ്കരം പൂജ ചെയ്ത് തിരിച്ചു പോകുന്നത് കാണുമ്പോൾ വളരെ വളരെ സന്തോഷം തോന്നാറുണ്ട്. തീർച്ചയായും ഇനി ഇവിടെ നിന്നും തിരിച്ച് എങ്ങോട്ടേക്കാണ്? തിരിച്ചും ഞാൻ എൻ്റെ നാടായ ഗുരുവായൂർക്ക് ആദ്യം അവിടെ ചെല്ലണം, ഗുരുവായൂരപ്പനെ കാണണം. അതിനുശേഷം എൻ്റെ ഗ്രാമത്തിൽ പോകണം. അവിടെ എൻ്റെ പരദേവതാ ക്ഷേത്രമുണ്ട്, അവിടെ ചെന്ന് തൊഴണം, അവിടെ പൂജകളൊക്കെ അർപ്പിച്ച്. അതിനുശേഷം ഞാൻ ഇത്ര കാലം ഞാൻ 31 വർഷമായി ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് പോയി അവിടെയും പൂജ ചെയ്തതിന് ശേഷമാണ് പുറത്തേക്ക് എങ്ങും പോകാനുള്ള തീരുമാനമുള്ളൂ. തീർച്ചയായും സംതൃപ്തിയോടുകൂടി തന്നെയാണ് അദ്ദേഹം ഈ ഒരു വർഷക്കാലം ഇവിടെ മാളികപ്പുറത്തമ്മയുടെ സേവകനായി നിന്നത്. ഇനി എന്തായാലും തിരിച്ച് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. അതോടൊപ്പം അവിടെ എത്തി ക്ഷേത്രത്തിൽ വീണ്ടും ഈ ഒരു അദ്ദേഹത്തിൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം മനോജ്, ജനം, സന്നിധാനം.